എന്താണെന്ന് തക്കാളി സ്പെഷ്യലോ? സത്യേട്ടാ, ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ കാര്യം കേട്ട സത്യേട്ടൻ ഞെട്ടും. കാര്യം പറ. അതെ, നമ്മുടെ അപ്പുറത്തെ ആലീസ് ഇല്ലേ, ആലീസ് ഗർഭിണിയായി. സത്യേട്ടൻ ഞെട്ടിയില്ലേ? ഞാൻ എന്തിനാ കേട്ടണ? അയലോകത്തെ പെണ്ണ് ഗർഭിണിയായാലും ഞാൻ എന്തിനാ കേട്ടണ? എന്നാലും അവര് നമ്മളുടെ അയൽവക്കത്തുള്ളവരല്ലേ. ആർച്ചേ, അയൽവക്കത്തെ പെണ്ണുങ്ങൾ ഗർഭിണിയാവുമ്പോ ഞെട്ടുന്ന അലവലാദികൾ കാണും. ഞാൻ ആ ടൈപ്പ് അല്ല. എന്തോ സത്യേട്ടാ, നല്ല കാര്യങ്ങൾ പറയുമ്പോ ഇങ്ങനെ വേണ്ടതിനും പറയുന്നേ? അല്ല ആർച്ചേ, ഇത് ഇത്ര ആധികാരികമായിട്ട് നീ എന്നോട് പറയേണ്ട കാര്യം എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. അവര് ഭാര്യയും ഭർത്താവും, അതിൽ ഭാര്യ ഗർഭിണിയായി, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ. അതിത്ര അതിശയം എന്താണ്? നീ ഗർഭിണിയായിരുന്നപ്പോ പോലും ഞാൻ ഞെട്ടിയിട്ടില്ല ആർച്ചേ. പിന്നെ നീ അവള് സത്യേട്ട തനി പോലീസുകാരൻ തന്നെയാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ആർക്കായാലും ഒരു കൗതുകം തോന്നും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. ആർച്ചേ, വിശേഷം ചോദിക്കാൻ ഗർഭിണിയായത് എൻ്റെ ഭാര്യ ഉണ്ണിയാർച്ചയല്ല, ആ മൃഗത്തിന്റെ ഭാര്യ ആലീസ. അവളുടെ വിശേഷങ്ങൾ നോക്കാൻ ആ മൃഗത്തിനറിയാം കേട്ടോ. ഈ ഒരു ചായ എടുക്ക്. നിക്ക് സത്യേട്ടാ, എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കണ്ടേ? നമ്മുടെ അയൽവക്കമല്ലേ അവര്. എന്തിന്? ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളൊന്നും അവിടെ വരെ പോയില്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് പോയിട്ട് വരാം. നടന്നു തന്നെ മോളെ. ആ മൃഗത്തിന്റെ ഭാര്യ ഗർഭിണിയായതിന് എന്റെ കാശ് ചെലവാക്കിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കൂല ആർച്ചേ. ഗർഭം ഉണ്ടാക്കിയവനാണ് ഗർഭിണിയുടെ ചെലവ് നോക്കേണ്ടത്, അല്ലാതെ ഞാനല്ല കേട്ടോ. എന്ത് കാട്ടുമാക്കാന്റെ സ്വഭാവമാ. ഹലോ, അമ്മച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അമ്മച്ചി. നിശ്ചയം വരാൻ സമയമായി. വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഒരാളെനിക്ക് മസാല ദോശ ഒക്കെ വാങ്ങിച്ചു തരുമെന്നാ പറഞ്ഞേക്കുന്നത്. ചുമ്മാ ഒരു രസം. വിളിക്കാട്ടോ അമ്മച്ചി, തേച്ചായം വന്ന്. ശരി ശരി, കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. ആലിസേ, വാ. വന്ന ഇച്ചാൻ എന്താ വരാൻ വൈകുന്നേരം ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളു. പിന്നെ ഞാൻ കരുതി എനിക്ക് മസാല ദോശ വാങ്ങിക്കണല്ലോ എന്ന് കരുതി ഇനി രാത്രി വരെ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുമോന്ന് പോലും ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ പൊന്നുമോളൊരാഗ്രഹം പറഞ്ഞാൽ ഞാൻ അത് സാധിപ്പിച്ച് തരാണ്ടിരിക്കോടി. പിന്നെ ഒരു പ്രശ്നം പറ്റി. പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ ചെന്നപ്പോ മുടിഞ്ഞ തിരക്ക്. 10-20 പേര് പാഴ്സൽ വാങ്ങാൻ നിൽക്കുക. എന്നിട്ട് വാങ്ങിച്ചില്ലേ? എങ്ങനെ വാങ്ങുന്ന കടയിൽ? ഒരാഗ്രഹം പറഞ്ഞാ ഞാൻ അത് വാങ്ങിച്ചോണ്ട് വരാണ്ടിരിക്കോടി. ആലീസേ വന്നല്ലോ ഹനമാല. ഇച്ചാന്റെ ശബ്ദം കേട്ടാ. എന്താ ഡോക്ടർ ഒരു പൊതിയൊക്കെ ആയിട്ട്? ഒരു മസാല ദോശയാ. പാപ്പച്ചൻ ചേട്ടന്റെ കടയിലെ മസാല ദോശ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മേടിച്ചോണ്ട് വന്നാ. പിന്നെ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം, അതല്ലേ അതിന്റെ ഒരു രീതി. ആലീസേ, രാവിലത്തെ അസ്വസ്ഥതയൊക്കെ മാറിയോ? മാറി. ഇനിയും ഉണ്ടാവും. ഗുളികയൊന്നും കഴിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ അസ്വസ്ഥതയൊക്കെ സഹിച്ചേ പറ്റൂ. വലിയൊരു സന്തോഷം വരുമ്പോ അതിന്റെ കൂടെ വരുന്ന ചെറിയ വിഷമങ്ങളൊക്കെ സഹിക്കുന്ന ഒരു രസമല്ലേ. ആലീസേ, ഡോക്ടർ രാവിലെ പോയിട്ട് ഈ സമയത്തല്ലേ വരുന്നേ. അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ. ഇക്കാര്യത്തിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വ്യക്തിയാ ഞാൻ. മസാല ദോശ ഉണ്ടാക്കുന്ന കാര്യത്തില് ഒന്നും ഒളിക്കാനൊന്നും നോക്കണ്ട. അല്ലേ തന്നെ ഇതൊക്കെ എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് എല്ലാവരും അറിയില്ല ഇതൊക്കെ. എന്നിട്ട് എങ്ങനെയാ ഡോക്ടറെ, ആലീസിനെ വീട്ടിൽ കൊണ്ടേ ആക്കുന്നുണ്ടോ? അതാ നല്ലത്. കുറച്ചു ദിവസം അവിടെ നിക്കട്ടെ. ഓഹോ, അപ്പൊ എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ സത്യം എന്നെ വീട്ടിൽ വിടാൻ ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛമ്മ നിർബന്ധിച്ചപ്പോഴാ വിട്ടത്. അത് കൊള്ളാം. ഡോക്ടർ എന്നെ കളിയാക്കുകയാണോ? ഞാനൊരു പെണ്ണാ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവും. ഞാനൊരു ആണറിയാതെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആവോ? അല്ല, എന്റെ അറിവിലില്ല, അതുകൊണ്ടാ. അപ്പോ ആലിസ് പ്രഗ്നന്റ് അല്ലേ? ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ എനിക്ക് ഗർഭോ? ഞാനും അറിഞ്ഞിട്ടില്ല. ഇതാരാ പറഞ്ഞേ? ചാരു. ഇക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ധാരണ ചാരുവിനാണോ? ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ണിയാർച്ചയ്ക്ക് ഇതെന്താ പറ്റിയേ? അപ്പൊ മസാല ദോശ? എന്റെ ഉണ്ണിയാർച്ചയെ, പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ 10-200 മസാല ദോശ എല്ലാ ദിവസവും പാഴ്സൽ പോകും. അത് വാങ്ങിച്ചോണ്ട് പോകുന്ന വീട്ടിലൊക്കെ ഗർഭിണികളുണ്ടെന്നാ എന്താ ഈ പറയണ? ഉണ്ണിയാർച്ചയ്ക്ക് ഇതെന്ത് പറ്റി? അപ്പൊ ശരിക്കും ഗർഭം ഇല്ലേ? ഇല്ലെന്നേ. സോറി ഡോക്ടറെ, ഈ
ചാരു വന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് വിശ്വസിച്ചു. പിന്നെ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ സോറി കേട്ടോ ഡോക്ടറെ. സാരമില്ല. ഇതിപ്പോ എവിടെ നിന്ന് വന്നു ഈ ദിവ്യഗർഭം? ഇച്ചാന് മനസ്സിലായില്ലേ? രാവിലത്തെ എന്റെ ഛർദിയുടെ ഇമ്പാക്റ്റ് ആയത്. അപ്പൊ പവിത്രം വന്ന് പരിഭവം പറഞ്ഞത് ഇതിന്റെ പേരില്ല. പവിത്രം പരിഭവം പറഞ്ഞ? അത് ശരി. എന്റെ കർത്താവേ, എന്റെ ഈ ഗർഭത്തിന്റെ കഥ ഈ നാട് മൊത്തം പറഞ്ഞിട്ടുണ്ടാവും.